ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 8/6/2024 നടന്ന പോലീസ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? ആൻസർ ഓപ്ഷൻ ബി 2, 4. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. അപ്പം എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥ? ബ്രിട്ടനുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യത്തിന് സംരക്ഷണം നൽകാമെന്നും പറഞ്ഞ് പ്രസ്തുത നാട്ടുരാജ്യത്തിൽ കമ്പനിയുടെ ഒരു സൈന്യത്തെ വിന്യസിപ്പിക്കുകയും അവരുടെ മുഴുവൻ ചെലവും രാജാവിനെ കൊണ്ട് വഹിപ്പിക്കുകയും ചെയ്ത വ്യവസ്ഥ, അതാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പോൾ ഈ സൈന്യത്തിൻ്റെ എല്ലാ ചെലവും ആരാണ് വഹിക്കേണ്ടത്? നാട്ടുരാജാവ് വഹിക്കണം. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കപ്പെട്ട വർഷമാണ് 1798. ആരാ നടപ്പിലാക്കിയത്? ഗവർണർ ജനറൽ സർ റിച്ചാർഡ് വെല്ലസ്ലി ആണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. സർ റിച്ചാർഡ് വെല്ലസ്ലി. അപ്പോൾ വെല്ലസ്ലി പ്രഭുവിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് 1798 മുതൽ 1805 വരെയാണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി. വെല്ലസ്ലി പ്രഭുവാണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ. ബംഗാൾ കടുവ. മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഗവർണർ ജനറലാണ് വെല്ലസ്ലി. മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു. 1802 ശിശുഹത്യ നിരോധിച്ചു. 4ാം മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? വെല്ലസ്ലി. 4ാം മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് ഇത്? സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏവ? ആൻസർ ഓപ്ഷൻ സി 1, 3. ഏതാ? ജപ്പാനും ജർമ്മനിയുമാണ്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് സഖ്യശക്തികൾ? അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്. അപ്പോൾ സഖ്യശക്തികൾ ഏതൊക്കെയാണ്? അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി അച്ചുതണ്ട് ശക്തികൾ. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികൾ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനെയും ഫ്രാൻസിനെയും സഹായിച്ചിരുന്ന അമേരിക്കയുടെ വിഭിന്നമായ നയം അറിയപ്പെടുന്ന പേരാണ് ക്യാഷ് ആൻഡ് ക്യാരി പോളിസി. അപ്പോൾ എന്താണ് ഈ ക്യാഷ് ആൻഡ് ക്യാരി പോളിസി എന്ന് പറഞ്ഞാൽ? 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനെയും ഫ്രാൻസിനെയും സഹായിച്ചിരുന്ന അമേരിക്കയുടെ വിഭിന്നമായ നയം അറിയപ്പെടുന്ന പേരാണ് ക്യാഷ് ആൻഡ് ക്യാരി പോളിസി. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയം അറിയപ്പെടുന്ന പേരാണ് പ്രീണന നയം. പ്രീണന നയം. എന്താണ് പ്രീണന നയം? ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയത്തിന് പറയുന്ന പേരാണ് എന്ത്? പ്രീണന നയം. 2ാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് 1942 3500 ജപ്പാൻകാരും 307 അമേരിക്കക്കാരും കൊല്ലപ്പെട്ട യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ദ മിഡ്വേ. ബാറ്റിൽ ഓഫ് ദി മിഡ്വേ. അപ്പം എന്താണ് ബാറ്റിൽ ഓഫ് ദി മിഡ്വേ എന്നറിയപ്പെടുന്നത്? 2ാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച്
3500 ജപ്പാൻകാരും 307 അമേരിക്കക്കാരും കൊല്ലപ്പെട്ട യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ദി മിഡ്വേ. എന്നാണ് നടന്നത്? 1942 നടന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പ്രതിരോധ നിരകളാണ് മാഗ്നോട്ട് ലൈൻസ്, സീഗ്ഫ്രൈഡ് ലൈൻസ്. അപ്പോൾ എന്താണ് മാഗ്നോട്ട് ലൈൻസും സീഗ്ഫ്രൈഡ് ലൈൻസും? രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പ്രതിരോധ നിരകളാണ്. മാഗ്നോട്ട് ലൈൻസ് ഫ്രഞ്ചുകാരുടേതാണ്, ഫ്രഞ്ച് സൈന്യത്തിൻ്റെതാണ്. സീഗ്ഫ്രൈഡ് ലൈൻസ് ജർമ്മൻ സൈന്യത്തിൻ്റെതാണ്. ജർമ്മൻ സൈന്യത്തിൻ്റെയാണ് സീഗ്ഫ്രൈഡ്. മാഗ്നോട്ട് ഫ്രഞ്ച്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ വിജയത്തിൻ്റെ ആയുധപ്പുര എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാജ്യം അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? അപ്പോൾ ഇതിൽ ആൻസർ ഇല്ല. എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം? എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടനെതിരെ നടത്തിയ ആദ്യത്തെ ജനകീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. എന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. 1920 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം നിസ്സഹകരണ സമരത്തിന് പിന്തുണ നൽകി. കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് പിന്തുണ നൽകിയത്. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനം. നാഗ്പൂർ സമ്മേളനം അതും 1920 തന്നെയാണ് നടന്നത്. നാഗ്പൂർ സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരം ഏതാണ്? നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? നിസ്സഹകരണ സമരമാണ്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സ്വരാജ് നേടുക, സ്വരാജ് നേടുക, പഞ്ചാബ് പ്രശ്നം പരിഹരിക്കുക, ഖിലാഫത്ത് പ്രശ്നം പരിഹരിക്കുക. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആവശ്യങ്ങൾ സ്വരാജ് നേടുക, പഞ്ചാബ് പ്രശ്നം പരിഹരിക്കുക, ഖിലാഫത്ത് പ്രശ്നം പരിഹരിക്കുക. അപ്പോൾ നിസ്സഹകരണ സമരം ചൗരി ചൗര സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി പിൻവലിച്ചു. എന്നാണ് ചൗരി ചൗര സംഭവം നടന്നത്? 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ചൗരി ചൗര സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു. അപ്പോൾ ഇതിന് ശേഷം നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചു. ആര്? ഗാന്ധിജി. അപ്പോൾ ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിനെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ആരംഭിച്ച പ്രധാന ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കാശി വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ്, ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ് തുടങ്ങിയവ. അപ്പോൾ ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ആരംഭിച്ച പ്രധാന ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ആൻസർ ഓപ്ഷൻ സി 2, 3. ഏതൊക്കെയാ? മൂഷക രാജവംശം, ആയ് രാജവംശം. സംഘകാലത്ത് പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന പ്രധാന രാജവംശങ്ങൾ ഏതൊക്കെയാണ്? ചോളന്മാർ, ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ.
പാണ്ഡ്യന്മാർ. അപ്പം ഏതൊക്കെ രാജവംശങ്ങളാണ് തമിഴകം ഭരിച്ചിരുന്ന സംഘകാലത്ത്? ചോള രാജവംശം, ചേര രാജവംശം, പാണ്ഡ്യ രാജവംശം. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പുരാതനമായ രാജവംശമാണ് ആയി രാജവംശം. അപ്പം ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പുരാതന രാജവംശം ഏതാണ്? ആയി രാജവംശമാണ്. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ, കാസർഗോഡ് എന്നീ ഭാഗങ്ങൾ ഉൾപ്പെട്ട രാജവംശമാണ് മൂഷക വംശം, മൂഷക രാജവംശം. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ, കാസർഗോഡ് എന്നീ ഭാഗങ്ങൾ ഉൾപ്പെട്ട രാജവംശമാണ് മൂഷക രാജവംശം. വടകരയ്ക്കും മംഗലാപുരത്തിനും ഇടയിലുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശമാണ് ഏഴിമല രാജവംശം. വടകരയ്ക്കും മംഗലാപുരത്തിനും ഇടയിലുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? ഏഴിമല രാജവംശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ 1, 3. ഏതൊക്കെയാ? കുമിന്താങ് പാർട്ടി, ഫലാങ് പാർട്ടി. ബോൾഷെവിക് പാർട്ടിയും മെൻഷെവിക് പാർട്ടിയുമാണ് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടുന്നത്. അപ്പം എന്താണ് ബോൾഷെവിക് പാർട്ടിയും മെൻഷെവിക് പാർട്ടിയും? റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പം അന്ന് റഷ്യ ഭരിച്ചിരുന്നത് ആരായിരുന്നു? സർ ചക്രവർത്തിമാരായിരുന്നു. അപ്പം ഇവരുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളുമൊക്കെ വളരെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. അപ്പോൾ ഏത് പാർട്ടിയാണ് രൂപം കൊണ്ടത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ അഥവാ ന്യൂനപക്ഷം എന്നും ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷം എന്നും രണ്ടായി പിരിഞ്ഞു. അപ്പോൾ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ് രണ്ടായിട്ട് പിരിഞ്ഞ് എന്തൊക്കെയായത്? മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും ആയി മാറിയത്. അപ്പം ബോൾഷെവിക്കിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവരാണ്. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ലെനിനും ട്രോട്സ്കിയും ആണ്. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ്. അലക്സാണ്ടർ കെരൻസ്കിയാണ് ആർക്ക് നേതൃത്വം കൊടുത്തത്? മെൻഷെവിക്കുകൾക്ക് നേതൃത്വം കൊടുത്തത്. അലക്സാണ്ടർ കെരൻസ്കി. ലോകത്ത് വിജയം വരിച്ച ആദ്യ സോഷ്യലിസ്റ്റ് വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ലോകത്ത് വിജയം വരിച്ച ആദ്യ സോഷ്യലിസ്റ്റ് വിപ്ലവം ഏതാണ്? റഷ്യൻ വിപ്ലവം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറാനുള്ള ഒരു കാരണം ഏതാണ്? റഷ്യൻ വിപ്ലവമാണ്. അപ്പം എന്താണ് ഈ കുമിന്താങ് പാർട്ടി എന്ന് പറയുന്നത്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. ഫലാങ് പാർട്ടി സ്പാനിഷ് സിവിൽ വാറുമായി ബന്ധപ്പെട്ട പാർട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? ആൻസർ ഓപ്ഷൻ ഡി 1, 4. ബുധൻ, ശുക്രൻ. ഇപ്പോൾ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ ആദ്യം കാണുന്നത് ബുധനാണ്, അത് കഴിഞ്ഞ് ശുക്രൻ, പിന്നീട് ഭൂമി, അത് കഴിഞ്ഞ് ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഏറ്റവും അവസാനം കാണപ്പെടുന്ന സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിൽ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും അടുത്ത് കാണുന്നത് ബുധനാണ്. അപ്പോൾ പ്ലൂട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം ഇവിടെ പ്ലൂട്ടോയും കൂടെ ഉണ്ടായിരുന്നു. 2006
2006 ഇതിൻ്റെ ഗ്രഹപദവി നഷ്ടപ്പെട്ടു. 2006 പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെട്ടത്. ഇപ്പോൾ കുള്ളൻ ഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് പ്ലൂട്ടോ ഉൾപ്പെടുന്നത്. ഇപ്പോൾ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ചെറുത് ബുധനാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും ഏറ്റവും ചെറിയ ഗ്രഹം ബുധനുമാണ്. ഗ്രഹങ്ങളെ ആന്തരഗ്രഹങ്ങൾ, ബാഹ്യഗ്രഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ആന്തരഗ്രഹങ്ങൾ, ബാഹ്യഗ്രഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ആന്തരഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യനോട് അടുത്തുള്ള കുറച്ച് ഗ്രഹങ്ങളാണ്. അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ വരെ. അതാണ് ആന്തരഗ്രഹങ്ങൾ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂണൊക്കെ ബാഹ്യഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയുമായി സാമ്യമുള്ള ഗ്രഹങ്ങളാണ് ഭൗമഗ്രഹങ്ങൾ. ഭൂമിയുമായി സാമ്യമുള്ള ഗ്രഹങ്ങളെ പറയുന്ന പേര് എന്താണ്? ഭൗമഗ്രഹങ്ങൾ എന്ന് പറയും. ഏതൊക്കെയാണ് ഭൗമഗ്രഹങ്ങൾ? ബുധൻ, ശുക്രൻ, ചൊവ്വ. ബുധൻ, ശുക്രൻ, ചൊവ്വ ഒക്കെ ഭൂമിയുമായിട്ട് സാമ്യമുള്ള ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് അവയെ അറിയപ്പെടുന്നത് എന്താണ്? ഭൗമഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു. വ്യാഴവുമായി സാമ്യമുള്ള ഗ്രഹങ്ങളാണ് ജോവിയൽ ഗ്രഹങ്ങൾ. വ്യാഴവുമായി സാമ്യമുള്ള ഗ്രഹങ്ങളെ പറയുന്ന പേരാണ് ജോവിയൽ ഗ്രഹങ്ങൾ. ഏതൊക്കെയാണ് ജോവിയൽ ഗ്രഹങ്ങൾ? ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ആണ് ജോവിയൽ ഗ്രഹങ്ങൾ. ഇനി ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രനെ അറിയപ്പെടുന്ന പേരാണ് ഭൂമിയുടെ ഇരട്ട. എങ്കിൽ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ടൈറ്റാൻ ആണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റാൻ ആണ് ഭൂമിയുടെ അപരൻ എന്ന് അറിയപ്പെടുന്നത്. ടൈറ്റാൻ, ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റാൻ ആണ് ഭൂമിയുടെ അപരൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഗ്രഹങ്ങളുടെ ചലന നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജോഹാനസ് കെപ്ലർ. ഗ്രഹങ്ങളുടെ ചലന നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജോഹാനസ് കെപ്ലർ. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗലീലിയോ ഗലീലിയാണ്. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗലീലിയോ ഗലീലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7 അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ്. ആൻസർ ഓപ്ഷൻ സി, അസ്തനോസ്ഫിയർ. അപ്പോൾ ഭൂമിയെ എത്ര പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ഭൂമിയെ എടുത്ത് മുറിച്ചാൽ എത്ര പാളികളാണ് അതിനകത്ത് കാണാൻ കഴിയുക? 3 പാളികളായിട്ടാണ് കാണുന്നത്. ഭൂമിയുടെ ഉള്ളറയെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. അതിൽ കാമ്പ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അകക്കാമ്പ്, പുറക്കാമ്പ്. അതിൽ ഭൂവൽക്കത്തിനെ അറിയപ്പെടുന്ന പേരാണ് ബാഹ്യ സിലിക്കേറ്റ് പടലം എന്ന് ഭൂവൽക്കം അറിയപ്പെടുന്നു. ബാഹ്യ സിലിക്കേറ്റ് പടലം. അപ്പം ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉറച്ച മുകളിലുള്ള ഭാഗവും ചേർന്നുള്ള മണ്ഡലമാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉറച്ച മുകളിലുള്ള ഭാഗവും ചേർന്നുള്ള മണ്ഡലമാണ് ലിത്തോസ്ഫിയർ. ഇപ്പോൾ ലിത്തോസ്ഫിയറിന് താഴെയായി 200 കിലോമീറ്റർ വരെ ആഴത്തിൽ ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന മണ്ഡലം, അർദ്ധദ്രാവകത്തിനെ മാഗ്മ എന്നാണ് പറയുന്നത്. ആ മണ്ഡലമാണ് അസ്തനോസ്ഫിയർ. അപ്പോൾ ഈ മാഗ്മ പുറത്തു വന്ന് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അപ്പോൾ ഭൂമിക്കുള്ളിലെ മാഗ്മ പുറത്തു വന്ന് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ഏത്? ആഗ്നേയ ശിലകൾ. ഇതിന് വേറൊരു പേരുണ്ട്, അഗ്നിപർവ്വതജന്യ ശിലകൾ. അഗ്നിപർവ്വതജന്യ ശിലകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ശിലയാണ്? ആഗ്നേയ ശിലകൾ. അപ്പോൾ ഈ മാഗ്മ പുറത്ത് വന്ന് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അതിന് അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നും പേരുണ്ട്. ഇപ്പോൾ ഭൂമിയുടെ കാന്തിക ശക്തിയുടെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്നത് അകക്കാമ്പാണ്. ഭൂമിയുടെ കാന്തിക ശക്തിയുടെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അകക്കാമ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ നമുക്ക് നോക്കാം.